ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിൻ്റെ കുറേയേറെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തേത്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 1924 ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അപ്പൊ മൂന്നാമത്തേത് തെറ്റാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. INC സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 ആണ് കേട്ടോ. ഡിസംബർ 28 INC രൂപീകൃതമായത്. ഒന്നാമത്തെ സമ്മേളനമാണ് 1885 ബോംബെ സമ്മേളനം. 1885 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് WC ബാനർജി. ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. ഇത് INCയുടെ ആദ്യ സമ്മേളനമാണ്. അതുപോലെ 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയുമാണ് WC ബാനർജി. 1885 1892. ഇനി ഈ ഫസ്റ്റ് സമ്മേളനത്തിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി AO ഹ്യൂം ആണ് കേട്ടോ. അധ്യക്ഷനാണ് WC ബാനർജി. അടുത്തത് 1907 1907 സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളനത്തിൽ എന്താണ് പ്രത്യേകത? സൂററ്റ് വിഭജനവും മിതവാദികളും തീവ്രവാദികളും പിരിയുകയും ചെയ്തിട്ടുള്ള സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം 1907. അതിൻ്റെ അധ്യക്ഷനാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. ഇനി ഗാന്ധിജി അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം 1924 ബെൽഗാം, കർണാടകത്തിലെ ബെൽഗാമിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനായിട്ടുള്ളത്. മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. ഇപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1934 കൂടിയാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. 1934 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1934 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് നടന്നത്? ഒന്ന്, സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934 ബോംബെ സമ്മേളനം. അതുപോലെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റും കൂടെ എന്താണെന്ന് വെച്ചാൽ, INC പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. INC പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? അത് രാജേന്ദ്ര പ്രസാദ് ആണ്. പിന്നെ 1929 ലാഹോർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. 1929 ലാഹോർ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സമ്മേളനമാണ് കേട്ടോ ഇത്. എന്തൊക്കെയാണത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും എല്ലാം ഈ ലാഹോർ സമ്മേളനത്തിലാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ചു. ഓർത്തിരിക്കുക, 1929 ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം കൂടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അൽ അമീൻ എന്ന പത്രത്തിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം ഓപ്ഷൻസ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 അൽ അമീൻ പത്രം ആരംഭിച്ചിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോടാണ്. താനൂരിലല്ല, കോഴിക്കോടാണ്. ഓക്കെ, അതാണ് അപ്പോൾ അവിടെ തെറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. നോക്കാം. അൽ അമീൻ 1924 ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞതാണ്.
അൽ അമീൻ പത്രം ആരംഭിച്ച വർഷം ഏതാണ്? 1924 എവിടെ നിന്നാണ് ആരംഭിച്ചത്? കോഴിക്കോട് നിന്നാണ്. സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അതുപോലെ അൽ അമീൻ പത്രം നിരോധിച്ചു എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. അൽ അമീൻ പത്രം നിരോധിക്കാൻ കാരണമായ ഒരു ലേഖനമുണ്ട്. അതാണ് കോൺഗ്രസും യുദ്ധവും എന്ന ലേഖനം. അൽ അമീൻ പത്രം നിരോധിക്കാൻ കാരണമായ ലേഖനമാണ് കോൺഗ്രസും യുദ്ധവും. ഓക്കെ, അടുത്ത ചോദ്യം. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? കലാപം നടന്നത് 1812 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. ആണോ? അല്ല, രാമനമ്പി കുറിച്യ കലാപത്തിന്റെ നേതാവായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. ശരിയാണോ? അല്ല, പാലിയത്തച്ഛനും കുറിച്യ കലാപവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക, അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പൊ നാലാമത്തേതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നോക്കാം, കുറിച്യ കലാപം SCERT കൊടുത്തിട്ടുള്ളത് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്? ഓക്കെ, നോക്കാം. കുറിച്യ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഈ 3 കാരണങ്ങളും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ വയനാട്ടിലാണെന്ന് പറഞ്ഞു. കുറിച്യരുടെ കലാപം വയനാട്ടിലാണെന്ന് പറഞ്ഞു. 1812 കുറിച്യരും കുറുമ്പരുമാണെന്നും പറഞ്ഞു. കാരണങ്ങളും പറഞ്ഞു. ഓക്കെ, കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പൊ അപ്രകാരം പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞൊരു ചോദ്യവും കണ്ടിട്ടുണ്ട്. അത് TH ബേബർ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്തത്, അപ്പൊ നമ്മൾ പാലിയത്തച്ഛനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റിൽ കണ്ടു. അപ്പൊ പാലിയത്തച്ഛനെ കുറിച്ച് SCERT എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. എവിടെയാണ്? തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെ തുടർന്നാണ് ദിവാൻമാരായിട്ടുള്ള വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിൽ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. അപ്പോൾ ഓക്കെ ആണല്ലോ. പാലിയത്തച്ഛൻ ഏത് രാജ്യത്തെ ആയിരുന്നു, എവിടെയുള്ളതായിരുന്നു? അപ്പോൾ വയനാട്ടിലെ കുറിച്യ കലാപവുമായി അദ്ദേഹത്തിന് പങ്കില്ലായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം. അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. 1921. ക്ഷേത്രപ്രവേശന വിളംബരോ? അത് 1936 നമുക്കറിയാം അല്ലേ. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം 1964. 1964. അതിർത്തി ഗാന്ധിയുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ മരണം 1988. 88. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ തന്നിട്ടുള്ളവരിൽ മലബാർ കലാപമാണ് ആദ്യം നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മലബാർ കലാപം 1921 നടന്നിട്ടുള്ളതാണ് മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? അതാണ് 1921 മലബാർ കലാപം. അതുപോലെ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? അതാണ് പൂക്കോട്ടൂർ കലാപം കേട്ടോ. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപം ആരംഭിച്ചത് 1921 നമ്മൾ പറഞ്ഞു. ഇനി മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ എന്നിവരാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ. ഓക്കെ, മലബാർ കലാപത്തിന്റെ നേതാക്കളെ നമ്മൾ കണ്ടു. ഇനി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരാണ്? അതാണ് വക്കം അബ്ദുൾ ഖാദർ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ. ഓക്കെ, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച ഒരു കൃതിയുണ്ട്, അതാണ് ദുരവസ്ഥ കേട്ടോ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ഇനി അതുപോലെ തന്നെ മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് ഉറൂബ് രചിച്ചിട്ടുള്ള ഒരു കൃതിയുണ്ട്, അറിയാമോ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലാണ് കേട്ടോ അത്. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉറൂബ്. ഇനി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് കെ മാധവൻ നായരാണ് കേട്ടോ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ മാധവൻ നായർ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചതോ? അത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ മലബാർ കലാപത്തെ ആസ്പദമാക്കി രചിച്ച നോവലാണ്. രചിച്ചതാരാണ്? ഉറൂബാണ്. അതുപോലെ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. അപ്പം 4 ബുക്ക് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്തത് 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട ഒരു മലയാളി വനിതയുണ്ട്, അവരാണ് കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ഏതാണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടന്നത് എപ്പോഴാണ്? 1936 നവംബർ 12 കേട്ടോ. നവംബർ 12. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്.
ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ. ഓക്കെ, ഈ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരുമാണ്. ഓക്കെ, ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതം. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അതും ഗാന്ധിജി തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി തന്നെയാണ്. ഓക്കെ ആണോ? അടുത്തത്, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നും ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ആധുനിക ലോകത്തെ മഹാത്ഭുതം, അതുപോലെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി. അങ്ങനെയാണെങ്കിൽ C രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഒരു കാര്യം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാരാണ്? C രാജഗോപാലാചാരിയാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യരാണെന്ന് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യരാണ്. ഓക്കെ ആണോ? അപ്പം നമ്മളിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. വിശേഷണങ്ങൾ 3ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. C രാജഗോപാലാചാരി പറഞ്ഞത് എന്താണ്? തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. ഗാന്ധിജി വിശേഷിപ്പിച്ചത് എപ്രകാരമായിരുന്നു? ആധുനിക ലോകത്തെ മഹാത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നുമാണ്. അത് രണ്ടും ഓർത്തിരിക്കുക. അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴായിരിക്കും അറിയാമോ? നോക്കാം, നമുക്ക് പഠിച്ചിട്ട് പോവാം. 1936 നവംബർ 12 എന്താ നമ്മൾ പറഞ്ഞത്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണെന്ന് ഓർത്തിരിക്കുക. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്. 1947 ഡിസംബർ 20-നാണ് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇത് തിരുവിതാംകൂർ, ഇത് മലബാർ, പിന്നീട് കൊച്ചിയിലാണ് 1947 ഡിസംബർ 20-ന് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഓപ്ഷൻ പഠിക്കാനുള്ളത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ടുവേർഡ്സ് ഫ്രീഡം എന്നത്. ടുവേർഡ്സ് ഫ്രീഡം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ഏതാണ്? ടുവേർഡ്സ് ഫ്രീഡം ആണ്. ടുവേർഡ്സ് ഫ്രീഡം അറിയപ്പെടുന്ന മറ്റൊരു പേരോടുണ്ട് ആൻ ഓട്ടോബയോഗ്രഫി എന്ന് കേട്ടോ. ആൻ ഓട്ടോബയോഗ്രഫി എന്നുകൂടി അറിയപ്പെടുന്നതാണ് ടുവേർഡ്സ് ദി ഫ്രീഡം എന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എന്താണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ ജയിലിൽ വെച്ച് എഴുതിയ കൃതിയാണ് കേട്ടോ. ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അഹമ്മദ് നഗർ ജയിലിൽ വെച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ്. ഇനി നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്ന കൃതി എഴുതിയതാരാണ്? മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണനാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്ന കൃതി രചിച്ചിട്ടുള്ളത് KR നാരായണനാണെന്ന് ഓർത്തിരിക്കുക. ഇനി
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തിയും ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തിയുമാണ് ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നെഹ്റു നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അറിയാമോ? അതാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ചെങ്കോട്ടയിൽ അദ്ദേഹം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നത്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇനി നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരാണ് ഇപ്രകാരം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. അതുപോലെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ. വിൻസ്റ്റൺ ചർച്ചിൽ. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ. ഇനി നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്, അറിയാമോ? ഓക്കെ. 1955 നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. 1955 നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. 1789 ജനിച്ച ജവഹർലാൽ നെഹ്റു 1964 അന്തരിച്ചിട്ടുള്ളത്. അപ്പോൾ 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ടുവേർഡ്സ് ദി ഫ്രീഡം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്നത് KR നാരായണൻ രചിച്ചിട്ടുള്ള കൃതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതുപോലെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം തയ്യാറാക്കിയിട്ടുള്ളതും ആരംഭിച്ചിട്ടുള്ളതും ജവഹർലാൽ നെഹ്റു ആണ്. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ്. ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ച വർഷം 1955 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അതിർത്തി ഗാന്ധിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അദ്ദേഹം അന്തരിച്ചത് 1988 ജനുവരി 20 1988 ജനുവരി 20. നോക്കാം SCERT ടെക്സ്റ്റിൽ അതിർത്തി ഗാന്ധിയെക്കുറിച്ച് എപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അതിർത്തി ഗാന്ധി ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ഭാരതരത്ന ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്രകാരമാണ് SCERT പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.